നമസ്കാരം. കെ ശൈലജ ടീച്ചറെ ഒതുക്കാൻ നോക്കി പാർട്ടിക്ക് തന്നെ കനത്ത തിരിച്ചടി ഉണ്ടാക്കിയ CPM സംസ്ഥാന നേതൃത്വത്തിന്റെയും പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ഒക്കെ അഹങ്കാരത്തിന് അഖിലേന്ത്യാ നേതൃത്വം നൽകിയ കനത്ത താക്കീതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സിറ്റിംഗ് സീറ്റിൽ നിന്ന് കെ ശൈലജയെ മാറ്റി നിർബന്ധിച്ച് വേറൊരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ചതിൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞ ന്യായം ജനങ്ങൾ അല്പം പോലും വിശ്വസിച്ചിട്ടില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് പ്രിയങ്കരിയായ ശൈലജ ടീച്ചറെ രാഷ്ട്രീയമായി ഒതുക്കാൻ വേണ്ടിയാണ് മണ്ഡലം മാറ്റിയത് എന്ന ആരോപണം ശരിയാണെന്ന് അടിവരയിടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പുറത്തു വന്നിരിക്കുന്നത്. 40 വർഷത്തിനിടയിലെ ഏറ്റവും ദാരുണമായ വോട്ട് ചോർച്ചയ്ക്കാണ് പാർട്ടി സാക്ഷ്യം വഹിച്ചതെന്നും യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് വർഗീയ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയെന്നും കേന്ദ്ര കമ്മിറ്റി തുറന്നടിക്കുന്നുണ്ട്. ശൈലജ ടീച്ചറോട് പാർട്ടി കാണിച്ച ഒതുക്കൽ രാഷ്ട്രീയത്തെയും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പച്ചയായി തുറന്നു കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത മാത്രം നോക്കി 54ഓളം സിറ്റിംഗ് MLA-മാർക്ക് അവരുടെ പഴയ സീറ്റ് തന്നെ വീണ്ടും നൽകി. എന്നാൽ വൻ ജനപിന്തുണയുള്ള ശൈലജ ടീച്ചറെ മാത്രം ജയിച്ച മണ്ഡലത്തിൽ നിന്ന് മാറ്റി വേറൊരു മണ്ഡലത്തിലേക്ക് തള്ളിവിട്ടു. ശൈലജ ടീച്ചറുടെ വളർച്ചയിൽ ഭയന്ന ചില ഉന്നത നേതാക്കൾ ടീച്ചറെ ഒതുക്കാൻ നടത്തിയ ഈ ഒരു നീക്കം രാഷ്ട്രീയ എതിരാളികൾ വലിയ ചർച്ചയാക്കി മാറ്റുകയായിരുന്നു. പാർട്ടി നിരത്തിയ ഒരു ന്യായീകരണവും ജനങ്ങൾ അംഗീകരിച്ചില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനപ്രിയ നേതാവിനെ ഒതുക്കാൻ നോക്കിയതിന്റെ വിലയാണ് പാർട്ടി ഒടുവിൽ നൽകേണ്ടി വന്നതത്രേ. പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറിയുടെയും തട്ടകമായ കണ്ണൂർ ജില്ലയിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ സംസ്ഥാനത്തെ ആകെ തിരിച്ചടിയാക്കിയെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ സ്വജനപക്ഷപാതമാണ് നടന്നത്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിൽ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും പരാജയപ്പെട്ടു. കണ്ണൂരിൽ മുൻപ് 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കിയതേയില്ല. പിണറായി വിജയന്റെ മുഖം മാത്രം വെച്ച് ബ്രാൻഡ് ചെയ്ത് നടത്തിയ പ്രചാരണം വൻ പരാജയമായി മാറിയെന്ന് കേന്ദ്ര കമ്മിറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ പാർട്ടി നേരിട്ട ഏറ്റവും വലിയ വോട്ട് വിഹിത ചോർച്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചിരുന്നത്. പാർട്ടിയുടെ മതനിരപേക്ഷ പ്രതിച്ഛായ പൂർണ്ണമായും തകർത്തത് ഉന്നത നേതാക്കളുടെ വിവരമില്ലാത്ത പ്രവൃത്തികളാണെന്ന് അഖിലേന്ത്യാ നേതൃത്വം തുറന്നടിച്ചു. ഹിന്ദു വർഗീയതയുടെ തീവ്ര പ്രചാരകനായ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ഒരു മന്ത്രിക്ക് എങ്ങനെ കഴിഞ്ഞുവെന്ന് കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നു. RSSനെ പ്രതിരോധിക്കാൻ ക്ഷേത്ര കമ്മിറ്റികളിൽ ഇടപെടണമെന്ന തീരുമാനം നടപ്പാക്കാതെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് കൂട്ടുപിടിച്ച് നേതാക്കൾ സംസാരിച്ചത് പാർട്ടിയെ RSSന് മുന്നിൽ മുട്ടുകുത്തിച്ചു എന്ന പ്രതീതിയുണ്ടാക്കി. നേതാക്കൾ പൊതുവേദിയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും വായ തുറന്നാൽ പാർട്ടി പ്രതിച്ഛായ തകരുന്ന അവസ്ഥയായി മാറി. ഒഴിവാക്കേണ്ട പ്രസ്താവനകൾ നടത്തിയ നേതാക്കളാണ് പാർട്ടിയെ കുഴപ്പത്തിലാക്കിയത്. അഹങ്കാരവും നേതാക്കളുടെ ആഡംബര ജീവിതവും കണ്ടു മടുത്ത പാർട്ടി അണികൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൈവിട്ടു എന്നതാണ് യാഥാർത്ഥ്യം. വീടുകളിൽ പ്രചാരണത്തിനിറങ്ങാൻ പ്രവർത്തകർ കൂട്ടത്തോടെ മടിച്ചു നിൽക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്തു. തെരുവിൽ പ്രവർത്തിക്കാൻ മികച്ച കേഡർമാരുടെ അഭാവം പ്രകടമായിരുന്നു. 3 വലിയ പാർട്ടി കോട്ടകളിൽ മുതിർന്ന നേതാക്കൾ തന്നെ വിമതരായി രംഗത്ത് വന്നു. CPM BJP രഹസ്യ ഡീൽ ആരോപണം ഉയർന്നതോടെ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും പാർട്ടിയെ കൈവിട്ടു. PM ശ്രീ വിഷയത്തിൽ ഘടകകക്ഷികളുമായി ഉണ്ടായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത രീതിയും വലിയ പരാജയമായിരുന്നുവെന്ന് അഖിലേന്ത്യാ നേതൃത്വം വിലയിരുത്തുന്നു. ജനങ്ങൾ നെഞ്ചിലേറ്റിയ ശൈലജ ടീച്ചറെ ഒതുക്കാൻ ന്യായങ്ങൾ നിരത്തി മണ്ഡലം മാറ്റുകയും കണ്ണൂരിൽ ബന്ധു നിയമനവും സ്വജനപക്ഷപാതവും നടത്തി അഹങ്കാരം കാണിക്കുകയും ചെയ്തവർക്ക് കിട്ടിയ കനത്ത പ്രഹരം തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഈ ഒരു അവലോകന റിപ്പോർട്ട്. പിണറായി വിജയന്റെ അഹങ്കാരവും ഉന്നത നേതാക്കളുടെ ആഡംബര ജീവിതവും പോലീസിന്റെ രാജഭരണവുമാണ് പാർട്ടിയെ 40 വർഷത്തെ ഏറ്റവും വലിയ വോട്ട് ചോർച്ചയിലേക്ക് തള്ളിയിട്ടത്. ജനപ്രിയ നേതാക്കളെ വെട്ടിനിരത്താനും സ്വന്തക്കാർക്ക് സീറ്റ് വീതിച്ചു നൽകാനും കാണിച്ച ഉത്സാഹം ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കാണിക്കാതിരുന്നതാണ് CPMന്റെ അടിത്തറ തോണ്ടിയത്.